ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യൂസ് ചെയ്ത് എനിക്ക് അടിപൊളി റിസൾട്ട് ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അതങ്ങ് പൊട്ടിപ്പോയി. ഇതിങ്ങനെ വളഞ്ഞു പോയി. ആ ഫേസ് സെറം ഫോർ ആക്നി മാർക്സിനെ പറ്റിയിട്ടുള്ളൊരു ഇതെല്ലാം തെറ്റിപ്പോകാണ്. ഓക്കെ, ഫസ്റ്റ് ആയിട്ടൊക്കെ ആയിരിക്കും. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു റിവ്യൂ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്കുണ്ടായ റിസൾട്ട് അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇത്രയും നാൾ, അതായത് ഞാൻ കഴിഞ്ഞൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ 2 വർഷത്തോളം ഒരു വർഷത്തിന് മേൽ 2 വർഷത്തോളം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫേസ് വാഷിനെ പറ്റിയിട്ട്. അപ്പോൾ ആ ഫേസ് വാഷ് യൂസ് ചെയ്ത ടൈമിൽ തന്നെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ഇനിയും പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ സ്ഥിരമായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഇടണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. കാരണം എനിക്കുണ്ടായ റിസൾട്ടാണല്ലോ. അപ്പോൾ അത് പറ്റിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ യൂട്യൂബിലൊരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ, ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് തന്നെ ഇടാമെന്ന്. അപ്പം നമുക്ക് കൂടുതൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ല. അപ്പോൾ ആ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് നമുക്ക് കാണാം, പരിചയപ്പെടാം. അപ്പോൾ പ്രൊഡക്റ്റ് വന്നിട്ട് ഡെർമാക്കോയുടെ 10% നൈസിനമൈഡ് സെറം ഫോർ ആക്നി മാർക്സിനുള്ളൊരു പ്രൊഡക്റ്റാണിത്. അപ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഒരു വർഷത്തിന് മുകളിൽ ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം എൻ്റെ സ്കിന്നിനെ പറ്റിയിട്ട് ഞാൻ തന്നെ ആദ്യമേ പറയാം. എൻ്റെ സ്കിന്ന് ഒരുമാതിരി സ്കിന്നാണ്. ഓയിലി സ്കിൻ പ്ലസ് കോമ്പിനേഷൻ സ്കിൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അത്യാവശ്യം ഭയങ്കര ഓയിലി വാതാനും അത്യാവശ്യം ഇടയ്ക്ക് ഡ്രൈ സ്കിന്നുമാണ്. അപ്പം എനിക്ക് ആണെങ്കിൽ അപ്പുറത്തെ സ്കൂളുണ്ട്, അപ്പോൾ ആ ബെല്ല നിങ്ങളിപ്പോൾ കേട്ടിട്ട്. അപ്പോഴത്തേനും എനിക്കാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട ഒരു പ്രൊഡക്ട്സും എൻ്റെ ഫേസിൽ ഇടാനേ പറ്റത്തില്ല. ഫേസ് വാഷ് പറ്റത്തില്ല, എല്ലാ മോയ്സ്ചറും പറ്റത്തില്ല, ഒരുമാതിരിപ്പെട്ട ഒന്നും പറ്റത്തില്ല. ഫേസ് വാഷൊക്കെ ഞാൻ കണ്ടുപിട്ട്, സത്യം പറഞ്ഞാൽ എൻ്റെ സ്കിന്നിന് പറ്റിയ ഫേസ് വാഷ് ഞാൻ കണ്ടുപിടിക്കാൻ ഒരുപാട് പാടുപെട്ടു. എനിക്ക് ഹിമാലയ പറ്റത്തില്ല, പിയേഴ്സിൻ്റെ ഒരു ഫേസ് വാഷ് ഉണ്ടായിരുന്നു, തോന്നാ അങ്ങനെ കുറേ ഞാൻ യൂസ് ചെയ്തു, അതൊന്നും എനിക്ക് പറ്റുന്നില്ല. അപ്പോഴത്തേനും ഞാൻ ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയെന്ന് എനിക്കൊരു പിടുത്തമില്ല. എങ്ങനോ ഞാനിത് ഓർഡർ ചെയ്തു. ഫസ്റ്റ് യൂസ് ചെയ്തപ്പോഴത്തേനും ഇതും ഫസ്റ്റായിട്ട് ഞാനിത് ഓർഡർ ചെയ്ത സമയത്ത് ഇതും ആ ഗുഡ് വൈബ്സിൻ്റെ ഫേസ് വാഷോട് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഇടവിട്ടാന്ന് തോന്നുന്നു ഞാൻ യൂസ് ചെയ്തത്. ഇതും അതുപോലെ തന്നെ ഗുഡ് വൈബ്സിൻ്റെ ഫേസ് വാഷ്, ഇത് രണ്ടും യൂസ് ചെയ്തപ്പോഴത്തേനും ഫസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നതും ഭയങ്കര റിസൾട്ടായിരുന്നു. എൻ്റെ അടുത്ത് ഫ്രണ്ട്സ് ചോദിക്കാൻ തുടങ്ങി, നീ എന്ത് ഈ മുഖത്ത് തേക്കണേ, ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. അതായത് എൻ്റെ സ്കിൻ ഭയങ്കര ക്ലിയർ ആയി. ഇത് രണ്ടോട് യൂസ് ചെയ്തപ്പോൾ അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് എനിക്ക് കിട്ടി. ഭയങ്കരമായിട്ട് ക്ലിയർ സ്കിന്നായി എൻ്റെ സ്കിന്ന്. പിന്നെ കുറേ നാൾ കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ പീരീഡ്സിൻ്റെ പിമ്പിൾസൊക്കെ വരുമല്ലോ. അപ്പം പിന്നെ ഒരു പിമ്പിൾസ് വന്നാലും എനിക്ക് പിമ്പിൾസ് തന്നെ അങ്ങ് പൊക്കോളും. അതായത് ഞാൻ അതിനെ പറ്റിയിട്ടൊന്നും ചിന്തിക്കുകയൊന്നും ചെയ്യത്തില്ല, തന്നെ അങ്ങ് പൊക്കോളും. ഞാൻ പിമ്പിൾസ് ഒന്നും പൊട്ടിക്കത്തൊന്നുമില്ല, അങ്ങനെ എപ്പോഴും ടച്ച് ചെയ്തുകൊണ്ടിരിക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ വഴിയായിട്ട് അങ്ങനെ പൊക്കോളും. എൻ്റെ ഇവിടെ ഒരു പാടുണ്ടായിരുന്നു, ഒരു അത്യാവശ്യം വലിയ പിമ്പിൾ വന്നിട്ട് പോയി ഒരു അത്യാവശ്യം നല്ലൊരു കറുത്ത പാടുണ്ടായിരുന്നു. അത് കുറേ ആയി അടുത്ത് പോകുന്നില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാനിത് ഞാൻ ഇത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നില്ല, കാരണം ഇത് തീർന്നു പോയി. പിന്നെ എനിക്ക് ഓർഡർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഇത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളി റിസൾട്ടായിരിക്കും കേട്ടോ. ഇത് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ സ്കിന്നിന് ബെസ്റ്റ് ഒരു സാധനം ഇത്, കാരണം എനിക്കിതേ പിടിച്ചിട്ടുള്ളൂ. അപ്പം ഈ ഡെർമാക്കോയുടെ തന്നെ സ്കോജിക് ആസിഡ് ഉണ്ടായിരുന്നു. അത് മറ്റേ ഡാർക്ക് സ്പോട്ട്സും പിഗ്മെൻറ്റേഷനൊക്കെ സ്യൂട്ടാവുന്ന ഒരു സെറമാണെന്നൊക്കെ പറഞ്ഞാൽ അത് ഞാൻ മേടിച്ചു. ഈ സെയിം ബ്രാൻഡ് തന്നെയാണ്. പക്ഷേ എനിക്കത് വർക്കായില്ല. അത് യൂസ് ചെയ്തപ്പോഴത്തെ തന്നെ അടുത്ത ദിവസം തന്നെ എനിക്ക് പിമ്പിൾസ് വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി അതെനിക്ക് സ്യൂട്ട് ആവത്തില്ല. പിന്നെ ഞാൻ ഇത് തന്നെ ഞാൻ യൂസ് ചെയ്തു. ഇതെൻ്റെ ഇവിടുത്തെ ഇത് വന്നപ്പോഴത്തേനും ഞാൻ ഇത് പിന്നെ യൂസ് ചെയ്യാൻ തുടങ്ങി. അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്തു. ഞാൻ ഡെയിലി ഡേ യൂസ് ചെയ്തില്ല, അതിന് പകരം ഞാൻ നൈറ്റ് യൂസ് ചെയ്തു. അത് തന്നെ ഇത് കുറഞ്ഞിപ്പം അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പോയെന്ന് തോന്നുന്നു. അതും പോയി. ഇനി എൻ്റെ ലക്ഷ്യം ഇതൊന്ന് കുറയ്ക്കണം. ഇനി അടുത്ത് ഇത് ഓർഡർ ചെയ്യണം. ഇത് തീർന്നു അത്യാവശ്യം കുറച്ചെന്താൻ്റെ ഉള്ളൂ, തീർന്നു. പിന്നെ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഇതെടുത്ത് ഒരിക്കലും അപ്ലൈ ചെയ്യരുത്. കാരണം നമ്മുടെ ബിഗിനേഴ്സ് ആകുമ്പോഴത്തേനും ഒരു 2% to 5% ആയിരിക്കും നമുക്ക് നൈസിനമൈഡ് വേണ്ടത്.
അപ്പോൾ നമ്മളതെന്ത് ചെയ്യുമെന്ന് പറയുമോ, ഡൈലൂട്ട് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യണം. ഡൈലൂട്ട് ചെയ്ത് യൂസ് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേനും നമ്മളിപ്പം യൂസ് ചെയ്യുന്ന ഏത് മോയ്സ്ചറൈസർ ആണോ അതിൻ്റെ കൂടെ ഇത് ഒരു 1 to 3 ഡ്രോപ്സ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം ബിഗിനേഴ്സ് ആകുമ്പോൾ ഇതിനകത്ത് 10% നയസിനമൈഡ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ നമ്മൾ ഡയറക്റ്റ് നമ്മൾ ഒരിക്കലും ഫേസിൽ അപ്ലൈ ചെയ്യരുത് ബിഗിനേഴ്സ് ആണെങ്കിൽ. ഇത് എനിക്കിപ്പോൾ അത് പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളിപ്പം ഇത് ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് എടുത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റാഷസും അതുപോലെ തന്നെ പിമ്പിൾസും ഒക്കെ വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഡൈലൂട്ട് ചെയ്ത് തന്നെ യൂസ് ചെയ്യുക. നിങ്ങളൊരു റുട്ടീൻ പോലെയാണ് ഇത് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു നല്ലൊരു ക്ലെൻസർ ഉപയോഗിച്ച് നിങ്ങളുടെ മുഖം നല്ലോണം ക്ലീൻ ചെയ്യുക. ദെൻ ഇത് ഒരു 2-3 ഡ്രോപ്സ് നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്ത് നല്ലോണം മസാജ് ചെയ്തതിന് ശേഷം നിങ്ങൾ മോയ്സ്ചറൈസർ ചെയ്യുക. ദെൻ സൺസ്ക്രീൻ. ഇതാണ് റുട്ടീൻ പോലെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ്. പിന്നെ ഇത് ഞാൻ എങ്ങനെ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഒന്നും ഇല്ല. അതില്ലാത്തതുകൊണ്ടായിട്ടും ഞാനിങ്ങനെ ഒരു 2-3 ഡ്രോപ്സ് മതിയാവും. ദെൻ നമ്മൾ ഒരുപാടിങ്ങനെ ഇട്ട് ഒരിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് ആ സെറം നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ആവുന്ന വരെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ സെറം യൂസ് ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നെക്കിലൂടെ നിങ്ങൾ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പം ഇത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും പർപ്പിളിലൊക്കെ ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അപ്പം എന്നെ പോലത്തെ സ്കിൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഡൈലൂട്ട് ചെയ്ത് തന്നെ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. അപ്പം എനിക്കുണ്ടായ റിസൾട്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.